മുഖ്യമന്ത്രി കസേര കിട്ടാനായി എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ്, ഭരണഘടനയെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയത്ത് നിയമം മാത്രം മതി എന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ ആ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പിന്താങ്ങാൻ സതീശന് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. ഹിന്ദുക്കൾ, അതായത് ഭൂരിപക്ഷം വരുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ ഇപ്പൊ സമസ്ത അടക്കം പറയുന്നുണ്ട് ജമാഅത്തിന്റെ നിലപാടുകളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത്. സമസ്തയുടെ എന്താണെന്ന് ഇതിൽ കൃത്യമായി നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ സതീശന്റെ ഈ നിലപാട് ഇതെന്താണ് വ്യക്തമാക്കുന്നത്? സതീശൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് അന്ന് തുടങ്ങിയ അസുഖമാണിത് സതീശന്. പിന്നെ എങ്ങനെയോ വളർന്നുകൂടി പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടി. അത് അയാളുടെ അവസാനത്തെ ഒരു സ്ഥാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കസേര പിടിക്കാൻ വേണ്ടിയിട്ട് ആട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞാൽ, ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തമാശ ഇന്നലെ മിനിഞ്ഞാന്നൊരു പത്രത്തിൽ കാണുകയാണ്. അതായത് സമസ്തയുടെ സമ്മേളനത്തില് ഒരേ സമയം, അതായത് ഇവര് രണ്ടുപേരും പറഞ്ഞ് തീരുമാനിച്ചതാണോ എനിക്കറിയില്ല, ആ സമസ്തയുടെ സ്റ്റേജിലേക്ക് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരേ സമയം കയറി ചെല്ലുകയാണ്. ഒരു ഗതികേട് നോക്കിയ ആ സമസ്തയുടെ അവിടെ അവർ രണ്ടാളും ഷെയ്ക്കൻഡ് കൊടുക്കുന്നു. ഞാൻ ചിത്രം ഇതിന്റെ ഇതില് അപ്പൊ ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മത്സരിച്ച് ഈ സമസ്തയെ കയ്യിലെടുക്കാൻ നോക്കുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം? ഇവര് രണ്ടുപേര് ഹിന്ദുക്കളാണ്. ആലോചിക്കണം, ഇതേ ഹിന്ദുക്കൾ, ഇവിടെ ഒരു കുംഭമേള നടന്നു, ഹിന്ദുക്കളുടെ പരിപാടി, ആ ഭാഗത്തു കൂടെ അവർ വന്നില്ല, അത് മുടക്കാൻ നോക്കിയവരാണ് ഇത് രണ്ടുപേരും. സതീശൻ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നു, ഹിന്ദു പൊട്ടനാണ്, ജന്തുവാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും, അത് ഞങ്ങളുടെ പോക്കറ്റ് വോട്ടാണ്, ഇവന്മാരെയാണ് വിട്ടികളാക്കി പൊട്ടന്മാരാക്കി വോട്ട് ചെയ്യിക്കേണ്ടത്, അതിനു വേണ്ടി ഏത് പരമാവധി പോകേണ്ട സ്ഥലം വരെ ഞാൻ പോകും, തീവ്രവാദി എനിക്ക് വിഷയമല്ല, ജമാഅത്ത് ഇസ്ലാമി എനിക്ക് പ്രശ്നമല്ല, സമസ്ത എനിക്ക് പ്രശ്നമല്ല. ഇത് സതീശൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സതീശൻ ഈ കളിയൊക്കെ കളിച്ചിട്ട് സതീശന് ഈ കസേര കിട്ടുമോ? അഥവാ ഈ കസേര വന്നാൽ തന്നെ ആ കസേര പിടിക്കാൻ വേണ്ടിയിട്ട് മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു ദിവസം പോയി വ്രതം ഇരിക്കുന്നു. അതും ഈ വ്രതം എടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം വലിയൊരു നുണ മാധ്യമങ്ങളോട് പറഞ്ഞു. ആ നുണ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് അദ്ദേഹം പറയുകയാണ്, 2013 ഈ കേരളത്തിന്റെ എയിംസ് അവര് അനുവദിച്ചതാണ്. ഇത്രയും വലിയ പച്ചനുണ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു KC വേണുഗോപാൽ, പിന്നെ രമേശ് ചെന്നിത്തല വേറെ തരത്തിൽ കുപ്പായി അടിച്ച് നടക്കുന്നു. അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഈ കസേരയിൽ കയറിയിരിക്കുക ഇവര് 4 ആളും അഥവാ വന്നാൽ തന്നെ ആ കസേരയിൽ ഇരിക്കുക സമസ്ത പറയുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന ആളായിരിക്കും. ഇനി ഈ സമസ്ത കളിക്കുന്ന കളിയാണ് ഞാൻ ഇവിടെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്. സമസ്ത ഇന്നലെ അവരുടെ സമ്മേളനത്തിൽ പറയുകയാണ്, ജമാഅത്ത് ഇസ്ലാമി ശരിയല്ല, അവര് തീവ്രവാദ സംഘടനയാണ്, ശരീഅത്ത് നിയമം നാട്ടിൽ നടപ്പാക്കാൻ പോകുന്നതാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സമസ്ത പറയുകയാണ്. സതീശ് അല്ല പറയുന്നത്, സമസ്തയാണ് പറയുന്നത്. അപ്പൊ ഈ സമസ്തയുടെ കാര്യം പറയുമ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരണത്, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ, മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മയുടെ ഒരു പ്രസംഗമുണ്ട്, സോഷ്യൽ മീഡിയയിൽ കിട്ടും. ആ കുട്ടി പറയുകയാണ്, ഈ അധികാരം വേണം, അവകാശം നേടിയെടുക്കണം, സംഘടിക്കണം, അല്ലാതെ അതിൽ കൂടുതൽ ഒരു മതേതരത്വമൊന്നും ഞങ്ങൾക്കില്ല. അത് അവരുടെ തന്നെ വേറൊരു നേതാവുണ്ട്, ഷാജി പറയുന്നുണ്ട്, മതമാണ് 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 ഞങ്ങളുടെ ഐഡന്റിറ്റി. എന്നിട്ട് ഇവര് മതേതരത്വം എന്ന് പറഞ്ഞിട്ട് നടക്കുകയും ശരിയായ മതേതരത്തിൽ നടക്കുന്ന BJPയെ വർഗീയ പാർട്ടി എന്നിവർ പരസ്യമായി
പറഞ്ഞ് പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത് ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢിക്കളി കളിച്ച് വോട്ട് കൂട്ടമായി പിടിക്കാൻ ഇവര് കൂട്ടമായി നടക്കുന്നു. ഈ നജ്മ വേറെ കാര്യം പറയുന്നുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം മഹാത്മാഗാന്ധിജിനെ ഇവര് തലയിലേക്ക് നടക്കുന്ന ആൾക്കാരാണ്. അവര് പ്രസംഗത്തിൽ പറയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം മഹാത്മാഗാന്ധി വലിയ മതേതരവാദിയാണെന്നാണ്. അത് എന്നിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ പറയാം. അതായത് മഹാത്മാഗാന്ധി മതേതരമൊക്കെ പറഞ്ഞു നടന്നെങ്കിലും വെടികൊണ്ട് മരിച്ച അവസാന നിമിഷത്തില് ഗാന്ധിയുടെ വായിൽ നിന്ന് ഹേ റാം ശാന്തി ശാന്തി എന്നാ പറഞ്ഞത്. അപ്പോ അതിന്റെ അർത്ഥം അത് മതേതരത്വമാണെന്നാണ് നജ്മ ചോദിക്കുന്നത്. അപ്പൊ ഇത്തരം മതചിന്തകളുമായിട്ട് നടക്കുന്ന, മതത്തിന്റെ പേര് പാർട്ടിക്കിട്ട് നടക്കുന്ന, അത് അനുവദിച്ചു കൊടുത്ത ഇവിടുത്തെ കോൺഗ്രസ്സുകാര് അവരെ തലയിലേറ്റ് നടക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും ഒപ്പം കൊണ്ട് നടക്കുന്ന ഈ സതീശൻ എന്തിന്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്? സർ, ഈ സതീശന്റെ കാര്യം പറയുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കം, അതായത് ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിയാൽ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങളെ ജയിപ്പിച്ചത് എന്നാണ് സതീശൻ അടക്കം ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത്. അതായത് ലീഗും ജമാഅത്തും അല്ലെങ്കിൽ സമസ്തയും ഒക്കെ ചേർന്നാൽ, ഇപ്പൊ ലീഗ് പറയുന്നതാണല്ലോ UDF ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത്, ആരാണ് മന്ത്രി, ആർക്കൊക്കെ ഏതൊക്കെ പദവി നൽകണം, ഇതൊക്കെ മുസ്ലിം ലീഗ് ആണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ലീഗിനെയും ജമാഅത്തെയും സമസ്തയൊക്കെ കൂടെ നിർത്തിയാലേ തനിക്ക് അധികാരമോഹം, അതാണ് സതീശന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്, അധികാരം, കസേര. അപ്പൊ ഈ കസേര കിട്ടാൻ വേണ്ടി ഇപ്പൊ ഈ ഇന്ത്യക്ക് പുറത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നിരോധിത സംഘടനയാണ്. ബംഗ്ലാദേശിലൊക്കെ ഇത് നിരോധിച്ചതാണ്. അതിന്റെ ആളുകളൊക്കെ ജയിലിൽ അടച്ച ഒരാളാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനയെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയാണ് സതീശൻ. അങ്ങനെയാണ് എങ്കിൽ KM ഷാജിയേക്കാൾ, മുസ്ലിം ലീഗിനേക്കാൾ വർഗീയത പറയുന്ന ഒരാളായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയില്ലേ? ഗതികേട് കസേര പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സതീശന് ഇതിലും നല്ലത് രാത്രി തലയിൽ മുണ്ടെടുത്ത് കൊള്ള ചെയ്യാൻ നടക്കുകയാണ്. അതാണ് നല്ലത്. ഈ പറയുന്ന വർഗീയ പാർട്ടികളെയും കയ്യിൽ തലയിലേറ്റിക്കൊണ്ട് ഈ വൃത്തികെട്ട പണിക്ക് പോകുന്നതിലും നല്ലത് ഈ ജമാഅത്ത് ഇസ്ലാമിയെയും അല്ലെങ്കിൽ മറ്റുള്ള വർഗീയപരമായ, അതായത് കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയില് തഗ്ലീബ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, മുസ്ലിമിന്റെ ഒരു വിഭാഗമാണ്. ഇവിടെയുണ്ട്, അത് വളരെ സ്ട്രോങ് ആ. ഈ തഗ്ലീബ് എന്ന് പറയുന്ന ആ മുസ്ലിം വിഭാഗത്തിന് സൗദി അറേബ്യ നിരോധിച്ചു. ഒരു മുസ്ലിം രാഷ്ട്രത്ത് ഇവിടെ നടക്കില്ല. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെയോ തഗ്ലീബിനെയോ നിരോധിച്ചാൽ ഇവിടുത്തെ സർക്കാരിന് ഇവര് എന്തൊക്കെ തരം വെല്ലുവിളികൾ നടത്തുമറിയോ? ഷെയ്ഖ് ഹസീന അവിടെ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചിരുന്ന അനുഭവിക്കുന്നില്ല. അവർക്ക് അവിടുന്ന് ഓടിപ്പോരേണ്ടി വന്നു. അതേ അവസ്ഥ ഈ സതീശന്മാർ ഇവിടെ ഉണ്ടാക്കും. ഈ തഗ്ലീബോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ ഇവിടെ നിരോധിച്ചാൽ, ഇത്തരത്തിലുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായാൽ ഈ സതീശന്മാർ അവർക്ക് വേണ്ടിയിട്ട് റോട്ടിലിറങ്ങും. കുംഭമേള നടന്നപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടാറെന്ന് പറയുന്ന അവകാശപ്പെടുന്ന സതീശനും വേണുഗോപാലനും എന്തേ കുംഭമേളയിൽ വന്നില്ല? എന്തേ അവിടേക്ക് പോയില്ല? കോടിക്കണക്കിന് ജനങ്ങൾ ആ കുംഭമേളയിൽ പങ്കെടുത്തത്. ഈ നജ്മ വേറൊരു പ്രസംഗം കൂടി പറയുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നടക്കില്ലേ മറ്റേ ഇപ്പൊ തുടങ്ങാൻ പോവല്ലേ, എന്താണ് പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല. ഈ ആറ്റുകാൽ പൊങ്കാല, അതുമാതിരി കുംഭമേള, ഇത്തരത്തിലുള്ള ആചാരങ്ങൾ വരുന്നതേ ശരിയല്ല. ഈ അഭിപ്രായം ശരിക്ക് സതീശനും ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വേണുഗോപാലനും ഉണ്ട്, അല്ലെങ്കിൽ ഈ രമേശനും ഉണ്ട്. കാരണം ഹിന്ദു സംഘടിച്ചാൽ, ഹിന്ദു ഒന്നിച്ചാൽ ഇവരുടെ കള്ളി പൊളിയും. ഇവർക്ക് ഹിന്ദുക്കളേനെ, കുറച്ച് ജന്തുക്കളായ ഹിന്ദുക്കളേനെ ഒപ്പം നിർത്തി കൂട്ടമായി മുസ്ലിം വോട്ടുകൾ പിടിച്ച് ക്രിസ്ത്യാനികളെയും കൂട്ടം കൂട്ടി ജയിച്ച് എളുപ്പത്തിൽ കസേര പിടിച്ച് ഇവിടെ എന്തും ചെയ്യാമെന്നാണ് ഇവർ. ഇവർ ഇത്ര കാലം ഭരിച്ചു, കേന്ദ്രം ഭരിച്ചു, കേരളം ഭരിച്ചു. എന്താണ് ഇവരെ ചെയ്യുന്നത്? ഇവിടെ
ഈ കേരളത്തിന് ഇപ്പൊ എയിംസ് വരാൻ വേണ്ടി ഹൈക്കോടതി വരെ ഇടപെട്ട് നിൽക്കുകയാണ്. ഈ എയിംസ് ഇവര് ഒരു 10-60 കൊല്ലം കേന്ദ്രം ഭരിച്ചു, ഇവന്മാര് മുഴുവൻ കേന്ദ്രത്തിൽ മന്ത്രിയായി, എന്തേ എയിംസ് വന്നില്ല? എന്തേ കേരളത്തിലുള്ള സകല പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചു? എന്തേ അതൊന്നും ഇല്ലാതായത്? ഇതിനൊന്നും ഉത്തരമില്ല. എന്നിട്ട് പറയുന്നു വീണ്ടും ഈ വർഗീയ കൊടും വിഷങ്ങളെ കൂട്ടം കൂട്ടിയിട്ട് കൂട്ടമായി വോട്ട് പിടിച്ചിട്ട് കസേര പിടിക്കാൻ നടക്കുന്നു. നാണമില്ലേ? ഇപ്പൊ ഇന്നലെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ ആ ഫോട്ടോ ഇടുന്നുണ്ട്. കാരണം ആ ഫോട്ടോ എവിടെ വരുമ്പോ, കോഴിക്കോട് വരുമ്പോ സതീശനെ സ്വീകരിക്കുന്ന ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന്റെ കയ്യിൽ ഒറ്റ പതാക ഞാൻ കണ്ടുള്ളൂ. കോൺഗ്രസിന്റെ പതാക പോലും ഇല്ല, പാകിസ്ഥാന്റെ പതാക, വെറും പാകിസ്ഥാന്റെ പതാക. പാകിസ്ഥാന്റെ പതാക പറഞ്ഞ മത പാർട്ടി, മതത്തിന്റെ പേരിട്ട് നടക്കുന്ന പാർട്ടി മുസ്ലിം ലീഗിന്റെ പതാക. ആ പതാക കഴിഞ്ഞ വയനാട് ഇലക്ഷന്റെ UDF തീരുമാനിച്ചു, UDFന്റെ യോഗങ്ങളിൽ മുസ്ലിം ലീഗിന്റെ കൊടി വെക്കണ്ട, അത് നമുക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞാൽ ആ കൊടി അവർ കഴിഞ്ഞ വയനാട് ഇലക്ഷന് വെച്ചില്ല. ആ കൊടിയാണ് ഇന്നലെ സതീശൻ ആ കൊടി മാത്രം പിടിച്ച ഒരു കൂട്ടം ആൾക്കാര് സ്വീകരിച്ച്, അതും തലയിൽ ഏറ്റിട്ടാ കൊണ്ടുപോണത്, ശവമഞ്ചത്തിൽ ഏറ്റി കൊണ്ടുപോണ പോലെ. നാണമില്ലേ സതീശന്? എന്നിട്ട് ഇവിടെ കസേര പിടിക്കാൻ നോക്കുക. ഈ അവസ്ഥയിൽ കേരളം പോയാൽ കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ അറിയില്ലേ, 4 ദിവസം മുമ്പേ ഒരു ലോഡ് സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചത്. ഇതാ എവിടേക്ക് വന്നതാണ്, ആര് കൊണ്ടുവന്നതാണ്, എന്തിനു കൊണ്ടുവന്നതാണ്? നിയർ ടു കുംഭമേളയാണ്. അതിനു മുന്നേ അത് പിടിച്ചു അവസാന ദിവസം. അപ്പൊ ഇതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. അതെ, തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് സാർ. കാരണം സതീശൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ജമാഅത്തെയും സമസ്തയും ഒക്കെ കൂടെ നിർത്തുന്നത് എന്തിനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.